എന്നുള്ളത് വലിയ കാര്യമാണ്. അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, പോലീസ്, അതുപോലെ ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, സന്നദ്ധ സംഘടനകൾ, സാധാരണ ലോക്കൽ ആൾക്കാർ, അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെ എത്തിയത്. ഞങ്ങളുടെ 40 പേര് വളരെയധികം ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ആ ബറ്റാലിയനിലാണുള്ളത്. അപ്പം ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇന്ററാക്ഷൻസ് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ, അവർക്കൊക്കെ നന്ദി പറയാൻ, മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരിക്കൽ കൂടി ഇതിന്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവർക്കും. ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഈ ബ്രിഡ്ജിലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്ക് പോകാൻ. അപ്പൊ അതിന്റെ ഏറ്റവും പെട്ടെന്ന് ഇതിനൊരു ഈശ്വരന്റെ സഹായം കൂടെ ഇതിന്റെ പുറത്തുണ്ടെന്ന് വിചാരിക്കാം. ഒരുപാട് പേര് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. അപ്പം നമ്മളൊരു 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്, ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം അനൗൺസ് ചെയ്യാം. ഞങ്ങൾ അതാണ് നമ്മുടെ ആർമിയിൽ എല്ലാവരെയും നമുക്ക് അത് ഒരാളെ എങ്ങനെ നന്ദി പറയേണ്ടെന്നറിയില്ല. അവരുടെ ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെയല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വളരെയധികം ചെളികൾ കൂടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ എല്ലാവരും, അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിന്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വരേണ്ടത്? അതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും ദുരന്തങ്ങളിൽ ഒന്നാണ്. തീർച്ചയായും മിസ്റ്റർ മേജർ രവി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് മാത്രമല്ല, അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ്. ആർമിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ആളാണ്. വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ 3 കോടി എന്ന് പറയുന്നത്, ഇത് വളരെയധികം മനുഷ്യസ്നേഹികളായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തി ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് ഡോഫ് കട്ടിൽ ബോംബെയുടെ സുബോധ് മേനോൻ എന്നുള്ള വ്യക്തിയും, അതുപോലെ തന്നെ ഓപ്പറേഷൻ രാഹത്ത് എന്നുള്ള ഒരു സിനിമയിൽ അവരും കൂടി ചേർന്നിട്ട്. അപ്പൊ ലാലേട്ടിന് ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത്, നിങ്ങൾ ഇവിടുന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ല. ഇപ്പൊ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് നിറയുന്നുണ്ട്. അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ LP സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ്. എനിക്ക് ഈ സ്ഥലം അറിയാവുന്നതാണ്. ആ കണ്ണ് നിറഞ്ഞിട്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സ്കൂളിലൊക്കെ 50,000 കുട്ടികളാണ് മിസ്സായി പോയിട്ടുള്ളത്. ഒരുപാട് ഇമോഷൻ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതെ ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾക്കും ആലോചിക്കാം, എല്ലാവർക്കും ആലോചിക്കും. ഒരു ചെറിയ കുട്ടികൾക്ക് സൈന്യം എന്നതിനപ്പുറം അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. ഈ ഒരു ദൌത്യത്തിൽ അമ്മ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അത് വേറെ കാര്യമാണ്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്രയും കാലം രക്ഷാപ്രവർത്തനത്തിനും ഈ പുനരധിവാസത്തിനും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ചു കാലം കൂടി തുടരേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിന്റെ ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് അതുവരെ അവരുണ്ടാകാൻ സാധ്യതയുണ്ട്. മോഹൻലാൽ അവിടെ വിശ്വശാന്തി ഫൗണ്ടേഷൻ, മോഹൻലാലിന്റെ സന്നദ്ധ സംഘടനയാണ്. അദ്ദേഹം 3 കോടി രൂപയാണ് ഈ വയനാടിന്റെ പുനരധിവാസത്തിനായി നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീ മേജർ രവി അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്, ആ തകർന്നടി